ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ കുഞ്ഞിപ്പൂച്ച രാവിലെ വന്നിരുന്നിട്ട് ഭയങ്കര കൊഞ്ചലൊക്കെയാണ് കേട്ടോ. ഇന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് ഒരു വികാരം ഇല്ല ഗൈസ്. ആ ഫ്രണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞതല്ലേ, അത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞിപ്പൂച്ച എവിടെയോ പോയി കട്ടിട്ട് വരുവാണെങ്കിൽ മുഖം മുഴുവൻ കരിക്കേട്ട് വന്നിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇത്രയും നേരത്തിൽ ഓടി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ സിറ്റൗട്ട് ഇരിക്കുന്നത് കണ്ടേ. അപ്പോൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ അവൾക്ക് ആ പാവയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അന്നൊരു ദിവസം ഓർക്കുന്നുണ്ട്, ഈ ഒരു പാവ കണ്ടിട്ട് അവളങ്ങ് പേടിച്ച് ഓടിയതാണ്. അതുകൊണ്ട് അതിനോടൊരു ശത്രുതയാണ് കേട്ടോ. അതിനങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇതാ നമ്മുടെ കൊടക്കുഞ്ഞ് കുഞ്ഞായിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണ് ഇത്. അപ്പോൾ അത് ഞാൻ അവൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കളറൊക്കെ കണ്ടിട്ട് ഇവൾക്ക് ഒരു കുലുക്കവും ഇല്ല. നമ്മുടെ ചൂച്ചുമോനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചൂച്ചുമോൻ പിന്നെ ആദ്യം മരിച്ചു പോയല്ലോ. പിന്നെ കൊടക്കുഞ്ഞാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അത്യാവശ്യം വലിയ പൂച്ചയായിരുന്നെങ്കിൽ പോലും ഭയങ്കര കളിയായിരുന്നേ. പക്ഷെ ഇവൾക്ക് എന്താണെന്നറിയില്ല ഗൈസ്, ഒരു കുലുക്കവും ഇല്ല കണ്ടോ. അപ്പം ഞാനൊരു പാവ എടുത്തിട്ടതേ ഉമ്മ ഒരു മുടത്തേ ഉമ്മ ഉമ്മ ഒരു ഉമ്മയൊക്കെ കൊടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഒരു കുലുക്കവും ഇല്ല കേട്ടോ. കണ്ടോ, അതിന് മൈൻഡ് പോലും ഇല്ലേ. ചിലപ്പോൾ അന്ന് പേടിച്ച് ഓടിയില്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കോഴിയൊക്കെ കൂവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. കാരണം കോഴി വന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്കറിയാം നല്ലത് കൊടുക്കുന്നേ. എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു വികാരമില്ല കൈസ്, ഒരു വികാരമില്ലാത്ത ജീവിയാണ് നമ്മുടെ കുഞ്ഞു പൂച്ച കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഒരു കുലുക്കും ഇല്ല ഇവൾക്ക്. ഇതെന്താണ് ഇങ്ങനെ? സാധാരണ പൂച്ചകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നല്ല കളിയായിരിക്കുമല്ലോ. ഇതുണ്ടോ, ആകെ ഒന്ന് ഇളകിയതാ ഇപ്പോഴാണ്ടത് ഞാൻ കയ്യിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എന്തൊക്കെയോ ഇട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കര കൊഞ്ചലാണ്. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തിലൊക്കെ പറഞ്ഞ് കൊഞ്ചിക്ക് കളീനെ കണ്ടോ, കയ്യിലേക്ക് ഒരു പിടിക്കും കേട്ടോ. ഭയങ്കര കൊഞ്ചലാണ് ആൾക്ക് കണ്ടോ. മൈൻഡേ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഒരു ഇതും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഇവൾക്കൊരു ഇതും ഇല്ല. ഇവൾ അങ്ങോട്ട് കിടക്കും. ഇങ്ങനെ കിടന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യണേന്ന് ആണ് ഇവൾക്ക് അറിയേണ്ടത്. അപ്പോൾ മമ്മി അതിലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കള്ളി നോക്കണേ, ഡി കള്ളി എന്നിട്ട് നോക്കണത് എന്തോ കണ്ടുവിട്ട് അങ്ങോട്ട് കയറി ഓടാനുള്ള പണിയാണല്ലോ. അതെ ഇങ്ങോട്ടോ കയറി പോകുന്നുണ്ട്. എന്താ അവിടെ ഈച്ച വന്നിരുന്നായിരുന്നു, അതിൻ്റെ പുറകെ പോകുന്നതാണ്. അപ്പോഴാണ് മമ്മിയുടെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. വേഗം ചെല്ലുവാണ് വാതിലിലേക്ക്. അപ്പം ഞാൻ മമ്മിയുടെ ഒന്ന് കഴിക്കാത്ത കേട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് മമ്മി വാതിലേക്ക് അടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ചോദിക്കുക മമ്മിയോട് എന്താ ഉള്ളതെന്ന്. പിന്നെ മമ്മി രണ്ടുമൂന്ന് പപ്പടത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടമൊക്കെ അങ്ങനെ കഴിക്കുന്നില്ല. മീൻ ഇല്ലെങ്കിൽ കഴിക്കും കേട്ടോ. മീനുണ്ടെങ്കിൽ പപ്പടമൊന്നും അവൾക്ക് വേണ്ടാതെ. അപ്പോൾ അത് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ പോലും അറിയാൻ പാടില്ല അവൾക്ക്. കരിയൊക്കെ ഉണ്ട് മൂക്കിലെ. ഇന്ന് ഏതോ വീട്ടിൽ കക്കാൻ കയറി കേട്ടോ. അങ്ങനെ മൂക്കിലൊക്കെ കരിയൊക്കെ ഇട്ട് വന്നേക്കാണ് നമ്മുടെ കുഞ്ഞു പൂച്ച. എന്നാലും ഇരുന്ന് പപ്പടമൊക്കെ അങ്ങോട്ട് കഴിക്കട്ടെ നമ്മുടെ കുഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള വീഡിയോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിലേക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.